നിനക്ക് കൂട്ടുകാരാരുമില്ലേ? എപ്പോഴും ഇവിടെയിരുന്ന് പഠിക്കുന്നത് നന്നോ? മകൾ എഴുന്നേറ്റ് തൻ്റെ കിടപ്പുമുറിയിലേക്ക് പോകും. ചിലപ്പോൾ സൽക്കാരമുറിയിൽ അതിഥികളോടൊന്നിച്ചിരുന്ന് വർത്തമാനങ്ങൾ പറയുകയും ചിരിക്കുകയും ചെയ്യുന്ന അമ്മ പെട്ടെന്ന് മകളെ ഓർക്കും. എന്നിട്ട് അവൾ അകത്ത് പോയി മകളുടെ വാതിൽക്കൽ മുട്ടും. വാതിൽ തുറക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ കവിളത്ത് മഷിക്കറകൾ ഉണ്ടാവും. നഖത്തിൻ്റെ വക്കത്തും മഷി ഉണ്ടാവും. അമ്മ പറയും, ലീലേ, നിനക്ക് ഉമ്മറത്ത് വന്ന് ഇരിക്കണോ? ഞാൻ അവർക്ക് നിന്നെ പരിചയപ്പെടുത്തി കൊടുക്കാം. മകൾ തലയാട്ടും. വേണ്ട വേണ്ട വേണ്ട, ഈ നാണം നിനക്ക് നല്ലതല്ല, അത് മാറ്റണം. എന്തിന്? അമ്മ മടങ്ങിപ്പോകും. രാത്രിയിൽ മകൾ കിടന്നുറങ്ങുന്ന മുറിയിലേക്ക് ഒരു കള്ളിയെപ്പോലെ ശബ്ദമുണ്ടാക്കാതെ ചെന്ന് നിലാവിൽ മുങ്ങിയ ആ മുഖം അവൾ നോക്കിക്കൊണ്ടു നിൽക്കും. ഒരിക്കൽ അവൾ ഒഴുകി പുറപ്പെടുന്ന വാത്സല്യത്തെ അടക്കി നിർത്താൻ കഴിവില്ലാതെ ആ പെൺകുട്ടിയുടെ കാലടികൾ ചുംബിച്ചു. വാത്സല്യം മാത്രമായിരുന്നുവോ അത്, അതോ കുറ്റബോധമോ? അവൾക്ക് തന്നെ ആ ചോദ്യത്തിനു ശരിയായ ഉത്തരം കാണുവാൻ കഴിഞ്ഞില്ല. താൻ തൻ്റെ കുട്ടിയെ സ്നേഹിച്ചിട്ടില്ലേ? തൻ്റെ ഹൃദയം ഒരിക്കലും ആ കുട്ടിക്ക് കീഴടങ്ങിയിട്ടില്ലേ? ആ സ്നേഹം താൻ വാസ്തവത്തിൽ ആരെയാണ് സ്നേഹിച്ചിട്ടുള്ളത്? താൻ ജനിച്ചതോടെ മരിച്ചുപോയ അമ്മയെയോ? 15 വയസ്സിൽ തന്നെ ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്ത് സംതൃപ്തനായ അച്ഛനെയോ? ഇല്ല, ഒരുപക്ഷെ തൻ്റെ ഹൃദയം അതിൻ്റെ ആവശ്യങ്ങൾ മറന്ന് തരിശായി കിടക്കുക തന്നെയാവണം. എൻ്റെ ഓമന മകളെ, അവൾ കാലുകൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എനിക്ക് മാപ്പ് തരൂ, എന്നെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കൂ. മകൾ ഇളകിയില്ല, കണ്ണുകൾ മിഴിച്ചതേയില്ല. എന്നിട്ടും പിറ്റേ ദിവസം മുതൽ അവൾ തൻ്റെ കിടപ്പുമുറിയുടെ വാതിൽ പൂട്ടിത്തുടങ്ങി. ആ പൂട്ടിയിട്ട വാതിൽ അമ്മയുടെ ഹൃദയത്തെ നിശ്ശേഷം തകർത്തു. അതിനുശേഷം അവർ തമ്മിൽ കൂട്ടുകൂടുമ്പോൾ കണ്ണുകൾ ഇടയാറില്ല. പരീക്ഷാഫലം പുറത്തായപ്പോൾ മകൾ വളരെ ദൂരെയുള്ള മറ്റൊരു നഗരത്തിലെ കോളേജിൽ ചേർന്നു. ഹോസ്റ്റലിലേക്ക് പെട്ടികളും മറ്റുമായി പോകുന്ന മകളെ യാത്രയാക്കിക്കൊണ്ട് അമ്മ പറഞ്ഞു, എല്ലാ ആഴ്ചയിലും എനിക്ക് എഴുതണം. എന്നിട്ട് അമ്മയുടെ കൈക്ക് പിടിച്ച് കുലുക്കിയ ശേഷം ആ പെൺകുട്ടി ഗേറ്റിൻ്റെ അടുത്ത് ചുവന്ന കണ്ണുകളുമായി നിൽക്കുന്ന വേലക്കാരി തള്ളയെ കെട്ടിപ്പിടിച്ച് യാത്ര ചോദിച്ചു. അമ്മയുടെ തൊണ്ടയിൽ ഒരു ഗദ്ഗതമുയർന്നു. താൻ തല തിരിച്ച് നിലത്തേക്ക് വീഴുവാൻ പോകുകയാണെന്ന് അവൾക്ക് തോന്നി. അവൾ താൻ മെല്ലെ ചുവരുകൾ പിടിച്ച് നടന്നുകൊണ്ട് കിടപ്പുമുറിയിൽ ചെന്നു വീണു. മങ്ങിയ വെളിച്ചത്തിൽ വെള്ളം പോലെ തിളങ്ങിയിരുന്ന നീലക്കണ്ണാടിയോടും ജീവനില്ലാത്ത പൂക്കളോടും തൻ്റെ പട്ടു തലയണയോടും അവൾ